അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഇന്ന് ഇടതു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധമാണ്. ദില്ലി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ CPM, CPI, CPML, RSP സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും അണിനിരക്കും. അംബേദ്കറിനെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി രാവിലെ 11 മണിക്ക് പ്രതിഷേധം ആരംഭിക്കും. പിയാ സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, ഇതിൽ ഇടത് സംഘടനകൾ മാത്രമാണോ ഉള്ളത്? അരുൺ, ഇടതുപക്ഷ സംഘടനകളാണ് ഇപ്പോൾ യോജിച്ച് ഈ പ്രക്ഷോഭത്തിന് ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, രാജ്യസഭയിൽ ഭരണഘടനാ വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയെന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആരോപിക്കുന്നത്. അംബേദ്കർ 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 എന്ന് വിളിക്കുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വർഗത്തിൽ പോകാം എന്നതായിരുന്നു അമിത്ഷായുടെ പരാമർശം. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയത്. പാർലമെന്റ് നടപടികളൊക്കെ തന്നെ അന്ന് പ്രക്ഷുബ്ധമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ ദേശീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ദില്ലിയിലെ ജന്തർ മന്ദറിലും വലിയ പ്രതിഷേധ പരിപാടി 11 മണിയോടുകൂടി ആരംഭിക്കുക. CPIM-ന്റെയും CPI ഉൾപ്പെടെയുള്ള RSP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയൊക്കെ തന്നെ ദേശീയ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്ക് കരുത്തുള്ള കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പിയാ സുനിൽ, രാജ്യവ്യാപക പ്രതിഷേധമാണ്. അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് CPM-ന്റെയും CPI-യുടെയും RSP-യുടെയും മറ്റ് ഇടത് സംഘടനകളുടെയും നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ രാവിലെ 11 മണിക്ക് പ്രതിഷേധം ആരംഭിക്കുക. പിയാ സുനിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.